ഇടയനന്തം വന്ദനമേ എന്റെ പൊന്നി ഇടയനന്തം വന്ദനമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നത്, ഉത്കൃഷ്ടമായത് സംസാരിക്കുന്ന ചില ആളുകളെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. ഉത്കൃഷ്ടമായത് എന്നതിന് ഉത്തമമായ, സൂക്ഷ്മമായ, ശ്രേഷ്ഠമായ വസ്തുതകളെ സംസാരിക്കുക എന്നുള്ളതാണ്. നാം എല്ലാവരും പല കാര്യങ്ങളിലും ഉത്തരം പറയുന്നവരും സംസാരിക്കുന്നവരുമൊക്കെയാകുന്നു എങ്കിലും ഏറ്റവും ഉത്തമമായത് പലതും, സൂക്ഷ്മമായിരിക്കുന്ന, രഹസ്യമായിരിക്കുന്ന പലതും കണ്ടെത്തി സംസാരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതായ ഒരു കഴിവോ പ്രാപ്തിയോ അല്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ലോകത്ത് ദൈവം ഒരുപറ്റം ആളുകളെ ഉത്കൃഷ്ടമായത് സംസാരിപ്പാൻ പ്രാപ്തരാക്കുന്നു എന്നതാണ്. ദൈവത്തിൻ്റെ വിശേഷമായിരിക്കുന്ന കൃപകളാണ്, അനുഗ്രഹങ്ങളാണ് മറഞ്ഞിരിക്കുന്ന സൂക്ഷ്മമായത് സംസാരിപ്പാൻ അവരെ പ്രാപ്തരാക്കുന്നത് എന്ന് തന്നെയാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു വന്നാൽ, നെബൂഖദ്നേസർ രാജാവ് രാജ്യം വാണുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. താന് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം താന് മറന്നുപോവുകയും ആ സ്വപ്നവും അതിൻ്റെ അർത്ഥവും വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് തൻ്റെ രാജ്യത്തുള്ള വിദ്വാൻമാരോടും ആഭിചാരകന്മാരോടും മന്ത്രവാദികളോടും ശകുനവാദികളോടുമൊക്കെ രാജാവ് ആവശ്യപ്പെട്ടു. എങ്കിലും അവർക്കാർക്കും രാജാവ് കണ്ട സ്വപ്നം പറയുവാനോ അതിൻ്റെ അർത്ഥം സംസാരിപ്പാനോ കഴിഞ്ഞില്ല. ആ സന്ദർഭത്തിൽ ദാനിയേലിനെക്കുറിച്ചൊരറിവ് കിട്ടുകയും ദാനിയേൽ അവിടെ ചെല്ലുമ്പോൾ ഗുപ്തമായിരിക്കുന്ന കാര്യങ്ങൾ പറയുവാൻ സർവശക്തനായ ദൈവത്തിനു മാത്രമേ കഴിയുകയുള്ളെന്നും ദൈവത്തോട് താൻ ആലോചന ചോദിച്ചിട്ട് ദൈവം തനിക്ക് വെളിപ്പെടുത്തുന്നെങ്കിൽ ആ കാര്യം സംസാരിക്കാമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. ദാനിയേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഴമായി പ്രാർത്ഥിക്കുവാനും നെബൂഖദ്നേസർ കണ്ട സ്വപ്നവും അതിൻ്റെ അർത്ഥവും ദൈവം തനിക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനും ഇടയായിത്തീർന്നു എന്ന് ആ വേദവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതേ തലത്തിൽ തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിനകത്ത് കടന്നു വരുമ്പോൾ ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വ്യക്തമായി പറയുവാൻ ആർക്കും കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ കാരാഗൃഹത്തിൽ കിടക്കുന്ന യോസേപ്പ് കൃത്യമായിട്ട് സ്വപ്നം വ്യാഖ്യാനിക്കുന്ന മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയിട്ട് രാജാവ് തന്നെ കൊട്ടാരത്തിലേക്ക് വിളിക്കുകയും യോസേപ്പിനോട് ഈ ഉത്കൃഷ്ടമായ കാര്യം, ഈ സൂക്ഷ്മമായിരിക്കുന്ന കാര്യം, ഈ ഉന്നതമായിരിക്കുന്ന കാര്യം അതൊന്ന് വ്യക്തമാക്കി തരാമോ എന്ന് ചോദിക്കുമ്പോൾ യോസേപ്പും ദൈവസന്നിധിയിൽ ആഴമായി പ്രാർത്ഥിക്കുകയും ദൈവം തനിക്ക് ആ സ്വപ്നത്തെക്കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാടുകൾ നൽകിക്കൊടുക്കുകയും ആ കാര്യങ്ങൾ യോസേപ്പ് ഫറവോനെ അറിയിക്കുകയും ചെയ്യുന്നത് അവിടെ രേഖപ്പെടുത്തപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മറഞ്ഞിരിക്കുന്നതിനെ വെളിവാക്കിക്കൊണ്ടുവരുന്ന, അനവധി ആളുകൾക്ക് ബോധ്യപ്പെടാത്തതിനെ ബോധ്യമാക്കി നൽകുന്ന ഒരാളുണ്ടെങ്കിൽ അത് സർവശക്തനായ ദൈവമാണെന്നും അവൻ്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നതുമായിരിക്കുന്നുവെന്നും ആ ദൈവം കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ദൈവമാണെന്നും ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. ഇവിടെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനും ഓർമ്മപ്പെടുത്തുന്നത് ഉത്കൃഷ്ടമായ ചില കാര്യങ്ങൾ, അത് സംസാരിപ്പാനായിട്ട് ദൈവം ചിലരെ അഭിഷേകം ചെയ്തിട്ടുണ്ട് എന്നതാണ്. ദൈവം നമ്മോട് കൃത്യമായി സംസാരിക്കേണ്ടതിനും മറഞ്ഞിരിക്കുന്നതിനെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ നീതിയുടെ കരം വെളിപ്പെടേണ്ടതിനുമായി നമുക്കും കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ. കരുണയുള്ള ദൈവമേ, മറഞ്ഞിരിക്കുന്നതിനെ വെളിവാക്കുന്ന ദൈവം,
ഞങ്ങളുടെ ദൈവമായിട്ടുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഈ നാളുകളിൽ ഞങ്ങളോട് സംസാരിക്കണമേ, ചിലതിനെ വെളിപ്പെടുത്തണമേ, ചിലതിനെ ബോധ്യപ്പെടുത്തണമേ, ജനത്തെ അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.